ഞാൻ പറയാം, എനിക്ക് ഇങ്ങനെ ഒരു പെങ്ങന്മാര് വീട്ടിലുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു മോളുണ്ട് വീട്ടില്. അല്ല, അവരോട് ഞാൻ കാണിക്കുന്ന തമാശയും അവരെ കരയിപ്പിക്കുന്നതും അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലേ ഞാൻ ചെയ്തോളൂ. ഇവിടെ വരുന്ന എന്തിനാണ്? ഇവിടെ നമ്മൾ എന്തിനാണ് ഇവിടെ കാണുന്നത്? അത് ചേട്ടൻ പറ. ഓരോ കണ്ടന്റ് കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെവി കൂർപ്പിച്ച് നടക്കുകയാണ്. അത് ഇത് അതിന്റെ ഭാഗമായിട്ട് കണ്ടാ പോലെ ശരിയാണ്. പിന്നെ അതിൽ കയറി കരയുന്നില്ല. ഞാൻ കരുതുക പിന്നെ കരഞ്ഞാലേ കരുതുന്നത് എന്തിനാണ്? ഞാൻ എന്തിനാ കരഞ്ഞ? ഞാൻ ഡോക്ടേഴ്സ് അവിടെ ആ വാദത്തിൽ നീ ഉറച്ചു നിൽക്കണം, ഉറച്ചു നിന്ന് ബോൾഡ് ആയിട്ട് കാര്യം പറയണം. അവിടെ പോയി കരയല്ലോ വേണ്ടേ? നിങ്ങളെ പോലെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിൽക്കണം. അത് നീ എന്താ ആദ്യം പറഞ്ഞത്? ഞാൻ ഇവിടെ എന്തെന്നെ വന്നാലും മല ഇടിഞ്ഞു വന്നാലും ഞാൻ കരയില്ല എന്നല്ല നീ ആദ്യം പറഞ്ഞേ. എന്നിട്ട് നീ കരയാൻ പാടുണ്ടോ? നമുക്ക് നടന്ന കാര്യം എക്സ്പ്ലനേഷൻ ചെയ്യാം. ആരെ കുറ്റപ്പെടുത്തുകയോ ആരോ അങ്ങോട്ടും കുറ്റപ്പെടുത്തുകയോ ഒന്നുമല്ല. എന്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ അവിടെ അടിച്ചു വരപ്പിൽ നിന്നു. രാവിലെ മുതൽ എനിക്ക് നല്ല കരുത്തേനുണ്ട്. ഞാൻ അവിടെ പറയട്ടെ, അടിച്ചു വരച്ചോണ്ട് നിന്നു. കാര്യം പറയട്ടെ പ്ലീസ്. അടിച്ചു വായിക്കൊണ്ട് നിന്നു. ഞാൻ പറയില്ല, ഇങ്ങനെ വിളിച്ച് ഞാൻ ഷാനവാസിക്ക് പറഞ്ഞിരുന്നു ചേട്ടൻ വന്നതിന് ശേഷം ചോദിക്കാം, കുട്ടി ചോദിക്കാം എന്ന് പറഞ്ഞിരുന്നു. അനു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ചേട്ടൻ പറയുന്നത്.